നമസ്കാരം. അപ്പൊ എങ്ങനെ ഇത് ഐറ്റം വേറെ ആക്കുമല്ലേ? ഐറ്റം വേറെ ആക്കാനാ വന്നേ. പേരെന്താ? അനീഷ്. അനീഷ്. എവിടുന്നാ സർ? ചേർത്തല. ചേർത്തല. ചേട്ടന്റെ പേര്? അജയ്. അജയ്. കൊല്ലം അഞ്ചൽ. കൊല്ലം അഞ്ചൽ. ജിഷ പട്ടാമ്പി. പട്ടാമ്പി. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് അതൊന്നും അറിഞ്ഞ കൊള്ളാന്നുണ്ട്. സ്കിറ്റ് നമ്മളൊരു കണക്ഷൻ കൊടുക്കാൻ വന്ന ആള്. ഞാൻ ചേട്ടൻ എന്താ ചെയ്യുന്നത് ചെയ്യുന്ന ഐറ്റത്തെ കുറിച്ച് പറയരുത്. നിങ്ങൾ ചെയ്യുന്ന ഐറ്റത്തെ പറ്റി പറയണ്ട. ഞാൻ ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ജോലി പരിചയപ്പെടാന്നുള്ള ജോലി. പ്രത്യേകിച്ച് പണിയില്ലാത്ത കാരണം ഇത് പറഞ്ഞ വേറെ ഒന്നും ഇല്ല എനിക്ക്. ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പ്രോഗ്രാമും കാര്യങ്ങളും പ്രോഗ്രാം ഒക്കെ ആയിട്ട്. അജയ് എനിക്ക് നന്നായിട്ട് അറിയാം. നാടകത്തിലൊക്കെ ഇല്ലേ? നാടകത്തിലുണ്ട്. അതിനായിട്ട് ശശി ചേട്ടൻ്റെ നാടകത്തിലുണ്ട്. അല്ല, അനീഷ് നാടനല്ലേ? അല്ലേ? അത് ഏത് ട്രൂപ്പിലാ? ഞാൻ മമത, തിരുവനന്തപുരം മമതയിൽ. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ നാടകം ചെയ്യുന്നുണ്ട്, അമേച്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ. മൂന്ന് പേരും നാടകക്കാരാണ്. നാടകത്തിലൂടെ സ്റ്റേജ് കൈയടക്കി വെച്ചിരിക്കുന്നവരാണ്. അവർ സ്കിറ്റ് ചെയ്ത് നമ്മളെ ഞെട്ടിക്കും. ഉറപ്പായിട്ടും. ഓഡിഷനിലൂടെയാണ് ഒരു മൂന്നുപേരും വന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ടീമപ്പ് ആയതല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ തരുന്ന ഓരോ മാർക്കിനും 1000 രൂപ വെച്ചാണ്. 1000 രൂപ വെച്ച്, അതും GST ഇല്ലാതെ. അതെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇത് ഐറ്റം വേറെ. അതാണ്. എന്റെ ദൈവമേ, ഈ വീട്ടിലെ മുഴുവൻ ജോലി ചെയ്ത് എന്റെ നാട്ടിലൊട്ടി പിടിക്കത്തേ ഉള്ളൂ. ഈ ചൂട് കാരണം അടുപ്പെടുത്ത് വെളിയിൽ വെച്ചേക്കോ കഞ്ഞി വെക്കായി. ഞാൻ ഇവിടെ കിടന്ന് ഊതി ഊതി എന്റെ രമണിയുടെ കുടം. അയ്യോ, രാധയുടെയും കുടം. ഇതെങ്ങനെ ഇവിടെ? ഇതാരുടെ ഈ പേട്ട് കുടം? പോടുന്നു. തനിക്ക് നാട്ടിലെ സകല പെണ്ണുങ്ങളുടെയും കുടം കണ്ടാലറിയാം. എന്റെ കുടം കണ്ടാൽ നിനക്ക് അറിയില്ലല്ലേ? അമ്പിളി, നിന്റെ കുടമായിരുന്നു അത്. ഇന്നലെ വരെ വെള്ളം കോരാൻ പോരുന്ന നിങ്ങൾ ഇന്ന് എന്നെ വെള്ളത്തിന് പറഞ്ഞു വെച്ച്, എന്നിട്ട് അവളുമാരൊക്കെ കൂടി 1ഉം 2ഉം പറഞ്ഞ് എന്നെ വഴക്കിന് വന്ന്, എന്നിട്ട് അവസാനം എല്ലാം കൂടി എന്നെ തൂടി പോക്കി കാണിച്ച്. അല്ലേലും നല്ല പരിപാടി അടക്കം എനിക്ക് പണ്ടേ പങ്കെടുക്കാൻ പറ്റിയിട്ട്. എന്താ പറഞ്ഞ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഹലോ ഹലോ. എടാ, ഇപ്പൊ വന്നാ ഒപ്പിട്ടിട്ട് പോവാം. ഉപ്പിട്ടിട്ട് പോയെന്നാ? ഉപ്പ് സോടേ? നീ അല്ലടാ പറഞ്ഞ ചേച്ചിയുടെ ഒരു ഒപ്പ് മേടിച്ചു തന്നാൽ എനിക്ക് ഗ്യാസിന്റെ കണക്ഷൻ എടുത്തു തരാന്ന്. അണ്ണൻ ഫോൺ വെച്ചിട്ട് 2 ഊത്ത് ഊതുമ്പോ ഞാൻ അവിടെ വരും. 2 ഊത്തേ ഞാൻ ഊതു, കേട്ടല്ലേ? സർക്കാരിന് ഇത് വല്ലതും അറിയണോ? റേഷൻ കാർഡും പെണ്ണുങ്ങളുടെ പേര്, സകലമാന കാർഡും പെണ്ണുങ്ങളുടെ പേര്. വല്ല അണ്ണാച്ചി പാണ്ടിയുടെ ഒന്നും പലിശക്ക് എടുത്താൽ അത് മാത്രം എന്റെ പേര്. അണ്ണോ, ഇവിടെ കിടന്ന് അണ്ണോ കണക്ഷന്റെ കേസ് കേട്ട് റെഡിയാക്കണ്ടേ? അണ്ണാ, മറ്റേ ഒപ്പിടേണ്ട സാധനം എവിടെ അണ്ണാ? നീ ആരാടാ? ഞാനാരാണെന്നാ? അണ്ണാ, പഴയത് എടുക്കുവണ്ണ. എടുക്കാല്ലേ? ഞാനാരാണെന്ന് ചേച്ചിക്ക് അറിയാമെങ്കിൽ ചേച്ചി എന്നോട് ചോദിക്കണം ഞാനാരാണെന്ന്. അപ്പൊ ഞാനാരാണെന്നും അണ്ണനാരാണെന്നും ഞാൻ ചേച്ചിക്ക് പറഞ്ഞു തരും. അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവും ഞാനാരാണെന്നും അണ്ണനാരാണെന്നും. അത് ഇവിടെ പറയേണ്ട കാര്യം തോടാ. അല്ല, പഴയത് എടുക്കുമെന്ന് ചോദിച്ചു എല്ലാം അടിച്ചു. അങ്ങനെ ചേച്ചിയെ, ഒരു കണക്ഷനൊക്കെ എടുക്കണ്ടേ പുതിയത്? ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നല്ല, പിന്നെ ഇതുപോലെ ഊതുന്ന ഒരു മുതലിനെ വേറെ കിട്ടണ്ടേ? എന്റെ ചേച്ചി, ഇതൊന്നുമല്ല. ഞാൻ നോക്കിയിട്ട് ഈ വീട്ടിലെ അണ്ണന് ഗ്യാസിന്റെ ഒരു കുറവേ ഉള്ളു. ആര് പറഞ്ഞേ? നീ ഒരു 10 മിനിറ്റ് ഇവിടെ നിക്ക്, ഗ്യാസിന്റെ മേളായിരിക്കും. അണ്ണ, ഓ അണ്ണ, ഇതോടാ പഴയ പോലെ ഒന്നും അല്ല. നാളെ ഒരു ഗ്യാസ് താഴെ കൂടിയാ. ഇന്നലെ വൈകിട്ട് വരെ അങ്ങനെ ആയിരുന്നല്ലേ? ചേച്ചി, മറ്റേ സിലിണ്ടറിൽ വന്ന ഗ്യാസിന്റെ പരിപാടി നിർത്തി. ഇനി മുതൽ മണ്ണ് വെട്ടി പൈപ്പ് വഴി താഴെ കൂടിയാണ് ആ ഗ്യാസ് വന്നെ. അങ്ങനെ ആക്കിയ? അല്ലെങ്കിൽ തന്നെ ഈ സിലിണ്ടറുമായിട്ട് വന്നവന്മാരുടെ ജാട കാണേണ്ട ആവശ്യം അണ്ണനുണ്ടാ? ഇതെന്തെന്ന് പറഞ്ഞാ ഈ ജപ്പാൻ വെള്ളത്തിന്റെ പൈപ്പ് കണക്ട് നിങ്ങൾ ഈ അടുപ്പിൽ കൊണ്ടിട്ടിരിക്കണ? അല്ലേ ഇനി അവിടുത്തെ കഥ. ഞാൻ ഈ അടുപ്പിൽ കിടന്ന് ഊതി ഊതി എന്റെ ഊപ്പാട് വന്നിരിക്കുക. ഇതാകുമ്പോ അതിന്റെ അറ്റം കൊണ്ടുവന്ന് ഇത് കണക്ട് ചെയ്തിട്ട് ആ പൈപ്പ് തുറന്നാൽ നല്ല കാറ്റാ. ഈ കണക്ഷൻ എങ്ങനെ മണ്ണിന്റെ അടിയിൽ കൂടെ ആക്കിയത്? മണ്ണിന്റെ അടിയിൽ കൂടി മണ്ണരൊക്കെ പെണ്ണ് കാണാൻ പോണു. എന്റെ തല പൊട്ടിത്തെറിക്കണ സകല സാധനവും കൂടി ഇനി മണ്ണിന്റെ അടി ആക്കുക. ഇപ്പൊ തന്നെ ഗ്യാസ് ആക്കി. ഒന്നാ വിദേശത്തൊക്കെ പൊട്ടിത്തെറിക്കുമെന്നും പറഞ്ഞ് കറണ്ട് വരെ മണ്ണിന്റെ അടിയിലാക്കി. ഈ സാധനത്തിന് എപ്പോഴാണ് മണ്ണിലടിക്ക് ആക്കുന്നത്? വേണ്ട, എന്റെ അടുത്തേക്ക് കയറി കൊടുക്കല്ലേ ചേച്ചി, പൊട്ടിത്തെറിക്കല്ലേ. അപ്പൊ ഒരു സംഭവം, നിങ്ങൾ ഇതുവരെ ഗ്യാസിന് അപേക്ഷ കൊടുത്തിട്ടില്ല. ഇനി ഇപ്പൊ പരിപാടി നടക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, എന്റെ മിഷിയത്തെ ചേച്ചിയുടെ കൈ പതിയണം. ഈ പഞ്ചായത്തിൽ അവളുടെ കൈ പതിയാത്തത് എന്റെ കയ്യിൽ മാത്രമേ ഉള്ളടാ. എന്റെ കൈയൊന്നും ആരും പിടിച്ചിട്ടില്ല. ഇപ്പോഴാടി പറക്കണ്ണ, ഇത് കണ്ണ ഈ മിഷിയത്തേല് ഇത് പതിയണമെന്നാ പറഞ്ഞത്. ഇങ്ങനെ പതിഞ്ഞാലേ കണക്ഷൻ കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നോക്കിയ രതീഷ് ചിത്തിര ഗ്യാസ് അനുവദിച്ചെന്ന്. എനിക്ക് ഗ്യാസായി. ഇനി മുതൽ നാളെ മുതലാണ് റെസ്റ്റ് ആണ്. പകുതി പണി ചെയ്താ പോരെ, ഗ്യാസ് ആയില്ലേ? ഹലോ സുമേ, നാളെ നമ്മുടെ വാർഷികത്തിന് ഒരു 100 ഊണ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാ എന്ന് പറയണ്ടടി.
ഞങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടി. നാളെ 100 ഊണ് ഇവിടെ നിന്ന് കൊണ്ടുവരും. ഡേയ്, നീ എന്തൊരു വർത്താനോ പറഞ്ഞ് നമ്മൾ അങ്ങനെ 100 ഗുണമൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും? നമ്മളല്ല, നിങ്ങൾ കൊടുക്കും. ഞാനാ പഞ്ച് ചെയ്തില്ലേ? ചെയ്താടാ. ചെയ്തല്ല. കണക്ഷൻ കിട്ടിയില്ലേ? കിട്ടിയാടാ. കിട്ടിയല്ല. ജോലി ഭാരം കുറഞ്ഞില്ലേ? അത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കും. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് അത് ഞാനിങ് എടുക്കും.